അതെ, ഇന്ന് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഒരു വഴുതനയുടെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, വേങ്ങേരി വഴുതന. ഇത് എല്ലാ വഴുതന ഇനങ്ങളും നമ്മുടെ അടുക്കള തോട്ടത്തിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വർഷം വരെ നമുക്ക് റീപ്ലാന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവർ നല്ല പോലെ വിളവ് തരും. വേങ്ങേരി വഴുതന ഉണ്ടാകുമ്പോൾ നല്ല ഡാർക്ക് വയലറ്റ് കളറിലാണ് ആദ്യം കാണാം. പിന്നീട് അതിൻ്റെ വയലറ്റ് ഷെയ്ഡ് കുറഞ്ഞ് അതൊരു ഗ്രീൻ ഷെയ്ഡിലേക്ക് എത്തും. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു ഇനമാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ നിമാവിരയുടെ അറ്റാക്ക്, അത് ബാക്ടീരിയൽ വാട്ടത്തു നിന്നൊന്നും ഇതിനെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പോട്ടി മിക്സിൽ ട്രൈക്കോഡർമ എൻറിച്ച് ചെയ്തിട്ട് വേണം കൃഷി തുടങ്ങാനായിട്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്യൂഡോമോണസിൻ്റെ ഉപയോഗം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു 90% നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ട് നമ്മുടെ ഈ ചെടീനെ നല്ല ആരോഗ്യത്തോടു കൂടി വളർത്തി എടുക്കാം. ഇനി മണ്ണില്ലാ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ നമ്മൾ പച്ചക്കറി കൃഷിയിലൊക്കെ കാണുന്ന ഈ കീടങ്ങളും അതുപോലെ രോഗങ്ങളും ഒക്കെ വളരെ കുറവായിട്ടാണ് കണ്ടിരിക്കുന്നത്. വഴുതന കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ കണ്ടോ ഒറ്റ ചെടിയാണ്. ഇതിന് ഓൾമോസ്റ്റ് ഒരു 20-25 കായകൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ, നമ്മൾ ജി കട്ട് നടത്തിയിട്ടാണ്. അപ്പോൾ വഴുതനയിൽ ജി കട്ടിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ മുമ്പ് ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ജി കട്ടിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് യൂട്യൂബിൽ പോയിട്ട് ജിക്കിസ് ഗ്രീൻ വേൾഡ് ജി കട്ട് എന്നടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ ഞാൻ ഈ ഷോർട്സിൻ്റെ താഴെ ലെഫ്റ്റിൽ അത് ടാഗ് ചെയ്തിടാം.